മിന്റു. എന്തോ കൊള്ളാമല്ലോ, നല്ല പേരാണല്ലോ. ടിന്റുമോൻ, മിന്റുമോൾ. നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യമായിട്ട് ആ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അങ്ങനെയൊക്കെയാണ് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുള്ളത്. നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ശരിക്കും കൂടുതലും അങ്ങനെ ഒരു സൗഹൃദ ലെവലിലാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. എനിക്ക് ഒരൊറ്റ നോട്ടം മതി ഒരാളെ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ ഞാൻ ബ്രാക്കറ്റിൽ ഞാൻ സൗഹൃദം എന്ന് ചോദിച്ചത്. ഏറ്റവും അടുത്ത നല്ല കൂട്ടുകാരാണ്. ആര്? ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പം മിന്റു എത്രാം ക്ലാസ്സിലാണ്? ഞാനും ഇവനെ പോലെ തന്നെയാണ്, സ്കൂളിൽ പോയിട്ടില്ല, രണ്ടുപേരും പോയിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ഉദ്യോഗം അല്ലെങ്കിൽ പ്രസന്റ് ഹോബി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ ഡാൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ വരയ്ക്കുന്നുണ്ട്, ചിത്രകാരിയാണ്. പിന്നെ ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കുന്നു. യാത്രകൾ ഒരുപാടുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പോവോ, ഒറ്റയ്ക്ക് പോവോ, അതോ അച്ഛനും പോവോ? ഒരുമിച്ച് പോകാറുണ്ട്. എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പേടിയില്ലേ? വളരെ ചെറുപ്പം ചോദിക്കുന്നത് പേടിയൊന്നും ഇല്ലേ? ഈ കാടുകളിലൊക്കെ കയറി പോകുമ്പോ പാമ്പുകളൊക്കെ ഇല്ലേ? പേടിയൊന്നും ഇല്ലേ? ഇല്ല, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായോണ്ടാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും പിന്നെ പണ്ട് ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ആന വരുമ്പോഴത്തേക്ക് നെടുപടി വേണു തിരിച്ചു പോവും. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ കേശവനാണ്, അവനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നെടുപടി വേണു ആനകൾ തന്നെയല്ലേ, എന്തായാലും ആനയല്ലേന്ന് ചോദിക്കും. എന്തായാലും യാത്രകൾ, വരകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിന്റുവിൻ്റെ നിന്ന് അറിയാനുണ്ട്. നിങ്ങളുടെ സൗഹൃദത്തിനെ കുറിച്ചും അറിയാനുണ്ട്. പിന്നെ ഞാൻ പെറ്റ മകൻ എന്ന സിനിമയിൽ മഹാരാജാസ് കോളേജിൽ മരണപ്പെട്ട അഭിമന്യുവിൻ്റെ ക്യാരക്ടർ ചെയ്തു. അതെ, അഭിമന്യുവായിട്ട് അഭിനയിച്ചു. അപ്പോൾ അവരുടെ സ്വന്തം അമ്മയച്ഛനും ഒക്കെ വന്നിരുന്നില്ല എന്നവിടെ. എന്താണ് മിന്നന് തോന്നിയ ഒരു മാനസികമായിട്ടുള്ളൊരവസ്ഥ അങ്ങനെ വരുമ്പോൾ? ഇത് റിയലായിട്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എന്താ പറയുക, മെമ്മറി ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറികളാണ് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്തുണ്ടായിരുന്നത്. എനിക്ക് അത്രയും വിലപ്പെട്ട കുറേ മെമ്മറികൾ, അനുഭവങ്ങൾ തന്നൊരു സിനിമയാണ് ഈ ഞാൻ പെറ്റ മകൻ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 10 വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളുടെ കഥയല്ല സിനിമയിൽ ചെയ്യുന്നത്. ഒരു 1-2 വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളുടെ കഥയാണ് സിനിമ. അതേ സെയിം ലൊക്കേഷനുകളിലാണ് അഭിനയിക്കുന്നത്. അവൻ്റെ കൂടെ പഠിച്ചവരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അവരുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ അടുത്തൊരു ബന്ധം നമുക്ക് ആ സിനിമ കൊണ്ടുണ്ടായി വന്നിട്ടുണ്ട്. അവൻ്റെ നാടുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നുണ്ട്, വട്ടവട. അത്രയും നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഇതിലേക്ക് ഈ സിനിമ കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ കുറേ കൂട്ടുകാർ എൻ്റെ കുറേ കൂട്ടുകാരായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും അവൻ്റെ വളരെ വിലപ്പെട്ട സൗഹൃദങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ സൗഹൃദങ്ങൾ നമ്മുടേത് കൂടിയായി മാറുകയാണ്. ഒരു മനുഷ്യൻ്റെ ഫാമിലി നമ്മുടേത് കൂടിയായി മാറുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. ഇവരെയൊക്കെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രശസ്തമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കഥ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ നാൾ മുമ്പുള്ളതായിരിക്കും, അല്ലെ ക്രിയേറ്റഡ് ആയിരിക്കും. ബട്ട് ഇതിപ്പോൾ 1 വർഷം കൊണ്ട് സംഭവിച്ചൊരു കാര്യം, അതേ സ്ഥലത്ത് അതേ ആൾക്കാർ, അവരുടെ അച്ഛനമ്മമാർ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി യു വിൽ ബിക്കം ദ സെയിം ക്യാരക്ടർ. മേ ബി അങ്ങനൊരു ഭാഗ്യമാണ് താങ്കൾക്ക് കിട്ടിയത്. അതൊരു വല്ലാത്ത സിനിമാനുഭവമായിരുന്നു. യാത്രകൾ മിന്റുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതെ, ഭയങ്കര ഇഷ്ടമാണ്. എവിടൊക്കെയാണ് പോയിട്ടുള്ളത് ഇതുവരെ? ഒറ്റയ്ക്ക് പോയ സ്ഥലങ്ങൾ? എൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് മിനോൺ പോകുന്ന എവറസ്റ്റ് പോയി, അല്ലെങ്കിൽ അവൻ്റെ യാത്രകൾ കുറച്ചുകൂടി വലിയ യാത്രകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാത്ര എന്ന് പറയുന്നത് എവറസ്റ്റ് പോയി. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കേട്ടോ, എവറസ്റ്റ് കയറിയില്ല. എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഓ, താഴെ പോയി മേലോട്ട് നോക്കിയിട്ട് വന്നു? അല്ല, അത് ഓൾറെഡി അവിടുന്ന് ഒരു 2000 മീറ്ററോടെ മുകളിട്ട് കയറിയാൽ മതി. നമ്മൾ ഓൾറെഡി അത്രയും ഹൈറ്റിൽ എത്തി. ഒരു 5600 മീറ്ററോടെ നമ്മൾ എത്തിയിട്ട് തിരിച്ചിറങ്ങി വരും. അവിടുന്ന് മുകളിട്ട് കയറണമെങ്കിൽ എത്ര $17,000 ഒക്കെ കെട്ടി വെക്കുകയൊക്കെ വേണം. നമുക്ക് കയറാൻ പറ്റുന്ന അത്രയും വരെ നമ്മൾ കയറി. അപ്പോൾ മിന്റുവിൻ്റെ അനുഭവം? എന്നെ സംബന്ധിച്ചോളം യാത്ര എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്താ പറയുക, ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടം വരെ പോകുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പാല് മേടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു, അതെല്ലാം എനിക്ക് യാത്രകളാണ്. അപ്പം ഞാൻ യാത്രേനെ അങ്ങനെയാണ് കാണുന്നത്. പറയുന്നിടത്തൊന്നും യാത്ര ഒന്നും ചെയ്യാറില്ല. എല്ലാം എനിക്ക് യാത്രകളാണ്. വീട്ടിൽ ഉണ്ടാവുകയേ ചെയ്യാത്ത ഒരാളിപ്പോൾ വന്ന്
അവളെ എപ്പോഴും ലൈക്ക് അവളുടെ യാത്രകൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ദൂരേക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ അവൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വീട്ടിൽ നിൽക്കാറില്ല, ഞാൻ വീട്ടിൽ നിൽക്കാറില്ല, കാട്ടിൽ. എല്ലാ ദിവസവും വൈകിട്ടെങ്കിലും ഞാൻ പുറത്തു പോയിരിക്കും. അപ്പോൾ എന്തായാലും മിൻറ്റു എടുത്ത ഫോട്ടോയിൽ മിൻറ്റുവിന് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ്? 1-2 ഫോട്ടോസ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കൊറോണ കഴിഞ്ഞ സമയത്ത് ഞാൻ ലൈക്ക് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എങ്ങോട്ടേലും പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളൊരു യാത്ര ഉണ്ടായിരുന്നു, തിറയാട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നെടുത്ത പടങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിലാണ് എടുക്കുന്നത്? ക്യാമറ കാനോൺ ആണ്. കാനോൺ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭവിക്കും. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് താങ്കൾ ക്യാമറ ചലിപ്പിക്കും. കുറച്ചുകൂടെ നല്ല ക്യാമറമാനെ വേണം. ആഗ്രഹമാണ്. നടക്കും കുട്ടി. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വാനോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടത്തുള്ളൂ. ഇല്ല, മിൻറ്റു വളരെ ടാലൻറ്റഡ് ആണ്. ആക്ച്വലി ഈ ക്യാമറ ഞാനാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു 2016 ഐ മീൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സഹായിച്ച് അങ്ങനെ എടുത്തൊരു ക്യാമറയാണിത്. ഞാൻ അത്രയും ഭ്രാന്തെടുത്ത് അത്രയും പാഷനേറ്റായിട്ട് എടുത്തൊരു ക്യാമറ പിന്നീട് എൻ്റെ വരേനെ വല്ലാണ്ട് ബാധിച്ചൊരു സമയത്ത് ഞാൻ ഈ കുറച്ച് കാലത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട്, ആ സമയത്ത് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു ഇഷ്ടം. ഞാൻ വാങ്ങിച്ച ലെൻസുകളൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ലെൻസുകളായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നാൾ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോക്ക് മൊത്തത്തോടെ നിർത്തി ഞാൻ വീട്ടിലിരുന്ന് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ക്യാമറ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പിന്നോട് പറഞ്ഞു, നീ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്, എന്തെങ്കിലും ചെയ്യും, എവിടെയും പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി മതി, ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഒരു തരത്തിൽ അവൾ സമ്മതിക്കില്ലായിരുന്നു. അവൾക്ക് ഫോട്ടോ എടുപ്പ് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവളെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അവൾ എടുത്തുകൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പയ്യെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കളി മാറി. അവൾ എടുക്കുന്ന ഫോട്ടോയൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസ്. ഐ മീൻ അത്രയും ഭംഗി മാത്രമല്ല, ഒരുപാട് ക്രിട്ടിക്സൊക്കെ മീൻ ഫോട്ടോഗ്രാഫി ലെജൻസ് പലരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ അവള് പോലും അറിയാതെയാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത്. അത് ആ ഫോട്ടോഗ്രാഫി നല്ല ഫോട്ടോസ്. വെരി ഗുഡ്.